നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ പലപ്പോഴും നമുക്ക് മുന്നിൽ ഒരത്ഭുതമായി മാറുന്നു. പ്രത്യേകിച്ച് അസദ് ഭരണകൂടം നിലംപൊത്തിയതിന് തൊട്ടുപിന്നാലെ അസദ് സൈന്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ കണ്ട് അസദ് ഭരണകൂടം കൈയാളിയിരുന്ന ഏകദേശം 600ഓളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രയേൽ കിറുകൃത്യമായി ആക്രമണം നടത്തിയത്. ലഡാക്കിയിലും ടാർട്ടസിലുമൊക്കെ അസദ് ഭരണകൂടത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ആയുധപ്പുരകളും രാസായുധ ഫാക്ടറികളുമൊക്കെ ഇസ്രയേൽ ബോംബിങ്ങിൽ തകർത്തു. സിറിയയിൽ ആളപായമുണ്ടാകാതെ എങ്ങനെ ഈ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇത്ര കൃത്യമായ ആക്രമണം ഇസ്രയേൽ നടത്തി? അതായിരുന്നു ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കാനുള്ള മുഖ്യ കാരണം. ദമാസ്കസിലേക്ക് HTS പോരാളികൾ എത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ഇസ്രയേൽ അതിശക്തമായ ആക്രമണങ്ങൾ ആരംഭിച്ചത്. ടാർട്ടസിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഭൂകമ്പമാപിനിയിൽ 3 രേഖപ്പെടുത്തി. എന്നാൽ ഒരു ടർക്കിഷ് മാധ്യമം ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഡെയിലി മെയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നു. രാജ്യം വിടും മുൻപ് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയയുടെ മുഴുവൻ സൈനിക വിവരങ്ങളും ഇസ്രയേലിന് കൈമാറിയിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഈ മാധ്യമങ്ങൾ നടത്തുന്നത്. കൃത്യമായ വിവരങ്ങളുടെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ എന്ന് ഡെയിലി മെയിൽ അവകാശപ്പെടുന്നു. ദമാസ്കസിലേക്ക് HTS പോരാളികൾ കുതിച്ചെത്തിയ മണിക്കൂറുകൾ അസദിനെ സംബന്ധിച്ച് അതിനിർണായകമായിരുന്നു. പ്രത്യേക വിമാനത്തിൽ രാജ്യം വിടാൻ അസദ് ശ്രമിച്ചാൽ ഇസ്രായേലിന് എപ്പോൾ വേണമെങ്കിലും അസദിന്റെ വിമാനം വെടിവെച്ചിടാം. വർഷങ്ങളായി ഇറാന്റെ പ്രോക്സിയായി നിൽക്കുന്ന അസദ് ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങളുടെ ശത്രുവാണ്. സിറിയയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അസദിനെ അതുകൊണ്ട് തന്നെ വെടിവെച്ച് വീഴ്ത്താനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. അസദ് ഏറ്റവും അധികം ഭയപ്പെട്ടതും ഇസ്രായേലിനെ തന്നെയാണ്. സിറിയയിൽ നിന്ന് എങ്ങനെ അസദ് രക്ഷപ്പെട്ടു എന്ന വാർത്തകൾക്കിടയിലാണ് അവസാനമായി അസദ് ഇസ്രായേലിനെ ബന്ധപ്പെട്ടിരുന്നു എന്ന വാർത്തയ്ക്ക് കൂടുതൽ സ്ഥിരീകരണമുണ്ടാകുന്നത്. സുരക്ഷിതമായി രാജ്യം വിടാൻ തന്നെ അനുവദിക്കണമെന്നാണ് ഇസ്രായേലിനോട് ബാഷർ അൽ അസദ് ആവശ്യപ്പെട്ടത്. എന്നാൽ അതിനു പകരമായി ഇസ്രായേൽ ഒരു കാര്യം ആവശ്യപ്പെട്ടു: സിറിയയുടെ മുഴുവൻ സൈനിക വിവരങ്ങളും തങ്ങൾക്ക് നൽകണം. ഒടുവിൽ അസദ് നൽകിയ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഇസ്രായേൽ സിറിയയ്ക്കുമേൽ ഇത്ര കനത്ത ആക്രമണങ്ങൾ നടത്തിയത് എന്ന് റിപ്പോർട്ടുകൾ. ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ഇടങ്ങളൊക്കെ ഇസ്രായേൽ ബോംബാക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞു. തന്ത്രപ്രധാനമായ ഇത്തരം ഇടങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ കൃത്യമായി അസദ് ഇസ്രയേലി അധികൃതർക്ക് ഷെയർ ചെയ്തുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ഇതിന് പകരമായി അസദിനെ റഷ്യയിലേക്ക് പലായനം ചെയ്യാൻ ഇസ്രയേൽ അനുവദിച്ചു. സിറിയൻ പ്രസിഡന്റിന്റെ വിമാനത്തിന് ഭീഷണിയൊന്നുമുണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയത് ഇസ്രയേൽ തന്നെ. ശത്രുവിനെ കൊണ്ടുതന്നെ ശത്രുവിന്റെ വിവരങ്ങൾ പൂർണ്ണമായി ശേഖരിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. ഒടുവിൽ ഇസ്രയേൽ IDFന്റെ സഹായത്തോടെയാണ് സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദ് നേരെ ലഡാക്കിയയിലേക്കും അവിടെ നിന്ന് റഷ്യയുടെ സഹായത്തോടെ മോസ്കോയിലേക്കും കടന്നതെന്ന് റിപ്പോർട്ടുകൾ. സിറിയ വിടുന്നതുവരെ അസദിന് ഭീഷണിയൊന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിയത് ഇസ്രയേലിന്റെ IDF തന്നെ. അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. റഷ്യൻ സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട ബാഷർ അൽ അസദ് മോസ്കോയിൽ ഇറങ്ങിയതിനു തൊട്ടുപിന്നാലെ ഇസ്രയേൽ സിറിയക്കെതിരെ ആക്രമണം ആരംഭിച്ചു. സിറിയയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അതിശക്തമായ ആക്രമണങ്ങൾ. ഒരുപക്ഷെ അസദും അതുതന്നെയാകാം ആഗ്രഹിച്ചത്. തൻ്റെ സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുരകളും യുദ്ധോപകരണങ്ങളുമൊക്കെ വിമതരുടെ കയ്യിൽ എത്തപ്പെടാൻ സാധ്യതയുണ്ടാകരുത് എന്ന് അസദും ആഗ്രഹിച്ചിരിക്കാം. ടർക്കിഷ് മാധ്യമപ്രവർത്തകനായ അബ്ദുൾ ഖാദിർ സെൽവിയാണ് അസദ് സിറിയയുടെ സൈനിക രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകിയതായി വെളിപ്പെടുത്തിയത്. ഹുറിയത്ത് ദിനപത്രത്തിലെ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് അസദും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തനിക്ക് ലഭിച്ചത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. വിജയത്തിന്റെ മൗണ്ട് ഹെർമോൺ കൊടുമുടിയിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേൽ ലെബനൻ മണ്ണും സിറിയൻ മണ്ണും തങ്ങളുടെ നിരീക്ഷണത്തിലാക്കി. സിറിയയിലെ ആയുധപ്പുരകളൊക്കെ അവർ കത്തിച്ചു കളഞ്ഞു. അസദ് ഭരണകൂടത്തിന് കീഴിലുണ്ടായിരുന്ന മിസൈൽ ലോഞ്ചറുകൾ പൂർണ്ണമായി നശിപ്പിച്ചു. എന്തിനേറെ പടക്കപ്പലുകളും പോർവിമാനങ്ങളുമൊക്കെ അവർ ബോംബിട്ട് തകർത്തു. ഇതൊക്കെ നോക്കി നിൽക്കാനേ HTSനും അൽ ജുലാനിക്കും കഴിഞ്ഞുള്ളൂ. സിറിയൻ മണ്ണിൽ ഇനിയും ഇസ്രായേൽ കടന്നുകയറ്റം നടത്തരുത് എന്ന് മാത്രമാണ് അൽ ജുലാനി ആവശ്യപ്പെട്ടത്. അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമണങ്ങൾ തുടങ്ങിയ ഇസ്രായേൽ ഏകദേശം 600-ലധികം കേന്ദ്രങ്ങൾ ബോംബിങ്ങിൽ തകർത്തു. ഇത്ര ഭയാനകമായ ബോംബിംഗ് ഒരുപക്ഷെ ലോകം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാകില്ല. എങ്കിലും അതിലേറ്റവും പ്രാധാന്യമേറിയത് കാഷ്വാലിറ്റീസ് ഉണ്ടാകാതെ ഇസ്രായേൽ വളരെ കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു.
പ്രിസിഷൻ ആക്രമണങ്ങളിലൂടെയാണ് സിറിയൻ ആയുധപ്പുരകൾ അത്രയും ഇസ്രയേൽ കത്തിച്ചു കളഞ്ഞത്. $250 ബില്യൺ അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിന്റെ പ്രാരംഭ നടപടികളും ആസൂത്രണങ്ങളും ഒക്കെ അസദ് നടത്തിയിരുന്നു. 2011 അസദിനെതിരെ രാജ്യത്ത് ആഭ്യന്തര കലാപം തുടങ്ങി. അന്നു മുതൽ എപ്പോൾ വേണമെങ്കിലും തന്റെ ഭരണകൂടം നിലംപൊത്തും എന്ന ഭയം അസദിനെ വേട്ടയാടിയിരുന്നു. ഒടുവിൽ 2018-19 കാലയളവിൽ ഏകദേശം $250 മില്യൺ മോസ്കോയിലേക്ക് കടത്താൻ അസദിന് കഴിഞ്ഞു. ഡോളറും യൂറോയുമായി കൺവേർട്ട് ചെയ്താണ് ഈ തുകയത്രയും മോസ്കോയിലേക്ക് അസദ് മാറ്റിയത്. നോട്ടുകളായി പ്രത്യേക വിമാനത്തിൽ മോസ്കോയിലെത്തിച്ച ഈ പണം പിന്നീട് ബാങ്കുകളിലേക്ക് മാറ്റാൻ റഷ്യൻ ഭരണകൂടം അനുവദിച്ചു. ഇതേ കാലയളവിൽ അസദിന്റെ ബന്ധുക്കൾ റഷ്യയിൽ രഹസ്യമായി സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അസദ് ഭരണകൂടത്തിനെതിരെ ശക്തമായ സാമ്പത്തിക ഉപരോധം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെ നേരിടാൻ കൂടിയാണ് ഇത്തരം ചില നീക്കങ്ങൾ കാലേ കൂട്ടി അസദ് ചെയ്തത്. ഒടുവിൽ 11 ദിവസ വിമത യുദ്ധത്തിലൂടെ ദമാസ്കസ് വീണു. അസദിന് രാജ്യം വിട്ടോടേണ്ടി വന്നു. അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഭാര്യയും കുട്ടികളുമൊക്കെ മറ്റൊരു വിമാനത്തിലാണ് ലഡാക്കിയയിലെത്തിയത്. ശനിയാഴ്ച ദമാസ്കസിലേക്ക് HTS എത്തുന്ന അതേ വേളയിൽ ഞായറാഴ്ച അസദ് എന്തു ചെയ്യും എന്ന ചോദ്യം പൊതുവെ ഭരണകൂടത്തിന്റെ വിവിധ തലങ്ങളിൽ ഉയർന്നിരുന്നു. എന്നാൽ മറ്റൊരാൾക്കും ഒരു സംശയം പോലും നൽകാൻ ഇടവരുത്തിയില്ല അസദ്. ഇതിനിടയിൽ ഇസ്രയേലുമായി നിരന്തരം ആശയസമ്പർക്കത്തിലേർപ്പെട്ടു. ഒടുവിൽ ഇസ്രയേലിന്റെ സഹായത്തോടെ ലഡാക്കിയിലേക്ക് തിരിച്ചു. ഭാര്യയോടും മക്കളോടുമൊക്കെ പ്രത്യേക വിമാനത്തിൽ കയറി ലഡാക്കിലേക്ക് പുറപ്പെടാൻ അസദ് നിർദ്ദേശിക്കുമ്പോൾ അവരുടെ വീട്ടിൽ സ്റ്റൗവിലിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും എടുത്തു വയ്ക്കാൻ സമയം കിട്ടിയില്ല എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അത്ര തിടുക്കത്തിലായിരുന്നു അസദും കുടുംബവും ദമാസ്കസിൽ നിന്ന് രക്ഷപ്പെട്ടത്. 2011 മുതൽ രാജ്യത്ത് ആരംഭിച്ച ആഭ്യന്തര കലഹം 5 ലക്ഷത്തിലധികം ആളുകളാണ് ആഭ്യന്തര യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ. തന്റെ ഭരണകൂടം സിറിയയുടെ സമ്പത്ത് കൊള്ളയടിച്ചു. ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ പേരിൽ താൻ ജയിലിലടയ്ക്കപ്പെടും, വധിക്കപ്പെടുമെന്ന് അസദിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഏതു വിധേനയും വിമത സഖ്യത്തിന്റെ കയ്യിൽപ്പെടാതിരിക്കാൻ അദ്ദേഹം പരമാവധി ശ്രദ്ധിച്ചു. ആത്യന്തികമായി തന്റെ ശത്രു ഇസ്രയേൽ എന്ന് മനസ്സിലാക്കിയ അസദ് ഒടുവിൽ ഇസ്രയേലിന്റെ കാലിൽ വീഴുന്നു. ജീവൻ രക്ഷിക്കണം, പകരം തന്റെ രാജ്യത്തിന്റെ സൈനിക രഹസ്യങ്ങൾ പൂർണ്ണമായി പകർന്നു നൽകാം എന്ന അസദിന്റെ വാക്ക്. വർഷങ്ങളായി റഷ്യ തന്നെയായിരുന്നു അസദ് ഭരണത്തിന് എല്ലാവിധ സുരക്ഷയും പകർന്നിരുന്നത്. തുറമുഖ പട്ടണങ്ങളായ ലഡാക്കിയ, ടാർട്ടസ് തുടങ്ങിയ മേഖലകളൊക്കെ പൂർണ്ണ റഷ്യൻ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഇദ്ലിബിൽ നിന്ന് ആരംഭിച്ച HTSന്റെ മുന്നേറ്റം അത് അലപ്പോയും പിന്നിട്ട് ഹമയും ഹോസുമൊക്കെ കടന്ന് ദമാസ്കസിലേക്ക് കുതിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ അസദിന് കഴിഞ്ഞില്ല. അസദിന്റെ ഔദ്യോഗിക സേന പൂർണ്ണമായി മലക്കം മറിഞ്ഞു. അതിനു പിന്നിലും മൊസാദിന്റെ ഇടപെടലുകളുണ്ട് എന്ന സംശയം അസദിന് ശക്തമായിരുന്നു. മൊസദും ഇസ്രയേലുമൊക്കെ HTSന്റെ നീക്കങ്ങൾക്ക് സഹായിച്ചോ എന്ന സംശയം ലോകത്തിനിപ്പോൾ ശക്തമാണ്. കാരണം സിറിയൻ മണ്ണിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിട്ടും ആദ്യഘട്ടത്തിൽ HTS യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല. ഇറാൻ പ്രോക്സികൾ ഓരോന്നായി വീണ ഇസ്രയേലിന് മുന്നിൽ ഏറ്റവും ഒടുവിൽ നിലംപൊത്തിയത് അസദ് തന്നെയായിരുന്നു. എന്നും ഇറാന് ചുവടുറപ്പിക്കാൻ സിറിയൻ മണ്ണ് അവർ ഉപയോഗപ്പെടുത്തിയത് അസദിന്റെ പൂർണ്ണ പിന്തുണയോടെ. ലെബനൻ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളും പണവും സേനാശക്തിയുമൊക്കെ പകർന്നൊഴുകിയത് സിറിയൻ മണ്ണിലൂടെ. ആ പാത പൂർണ്ണമായി തകർത്തുവെന്ന് മാത്രമല്ല, സപ്ലൈ ചെയിനുകൾ മുറിക്കുക തന്നെയായിരുന്നു ഇസ്രയേലിന്റെ ദീർഘകാല ലക്ഷ്യം. അസദ് ഭരണകൂടം നിലംപൊത്താൻ ഇസ്രയേൽ തന്ത്രങ്ങൾ മെനഞ്ഞു എന്നത് വ്യക്തമാണ്. അതിന് പിന്നാലെയാണ് സിറിയയുടെ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തെറിഞ്ഞ ഇസ്രയേൽ മുന്നേറ്റം. ഇപ്പോൾ ഗോലാൻ കുന്നുകളും മൗണ്ട് ഹെർമോണും ഒക്കെ സ്വന്തമാക്കി അവർ 10,000 അടി ഉയരമുള്ള ആ കൊടുമുടിയുടെ മുകളിൽ നിന്ന് ലെബനൻ മണ്ണും സിറിയയും നിരീക്ഷിക്കുന്നു. ശത്രുവിൻ്റെ ഓരോ നീക്കങ്ങളും അവർ തിരിച്ചറിയുന്നു. ബെക്ക താഴ്വരയിൽ ഇനി ഹിസ്ബുള്ള തലപൊക്കില്ല എന്ന് മൗണ്ട് ഹെർമോണിലിരുന്ന് അവർ കൃത്യമായി നിരീക്ഷിക്കുന്നു. എവിടെയെങ്കിലും ശത്രുവിൻ്റെ ഇലയനക്കമുണ്ടായാൽ അപ്പോൾ തന്നെ ആക്രമിച്ച് തകർക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു. സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇക്കഴിഞ്ഞ ദിവസം മൗണ്ട് ഹെർമോണിലെത്തി ഇസ്രായേൽ ജനതയെ അഭിസംബോധന ചെയ്തത് നമ്മൾ കണ്ടിരുന്നു. 50 വർഷങ്ങൾ പിന്നിട്ടാണ് താൻ വീണ്ടും മൗണ്ട് ഹെർമോണിലെത്തിയത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞപ്പോൾ അതൊരു ജനതയുടെ വികാരമായി. സിറിയൻ ഹെർമോൺ കീഴടക്കുന്നതിൽ ഇസ്രായേൽ വീമ്പിളക്കുന്നത് മേഖലയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നശിപ്പിക്കപ്പെടുന്നുവെന്നാണ് ഇപ്പോൾ അറബ് സമൂഹം പറയുന്നത്. മൗണ്ട് ഹെർമോൺ പർവ്വതം സംബന്ധിച്ച നെതന്യാഹുവിൻ്റെയും ഇസ്രായേൽ മന്ത്രിസഭയുടെയും ഒക്കെ പ്രതികരണങ്ങൾ ആശങ്കയുളവാക്കുന്നു എന്നും അറബ് രാജ്യങ്ങളുടെ പ്രതികരണം. കുറഞ്ഞത് 2020
2025 അവസാനം വരെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ തങ്ങളുടെ സൈന്യം മൗണ്ട് ഹെർബോണിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത് സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ. തങ്ങൾ കൈയടക്കിയ പ്രദേശമൊന്നും വിട്ടു നൽകില്ല എന്ന് 2 ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റൊരു ക്രമീകരണം കണ്ടെത്തുന്നതുവരെ ഈ സുപ്രധാന സ്ഥലത്ത് നിന്ന് ഇസ്രായേലി സൈനികരെ മാറ്റാൻ കഴിയില്ല എന്ന് നെതന്യാഹു പറയുമ്പോൾ മറുവശത്ത് ഗോലാൻ കുന്നുകളിലേക്ക് അവർ കൂടുതൽ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നു. 1 ലക്ഷം ഇസ്രായേലികളെ കൂടി ഈ മേഖലയിലേക്ക് കുടിയേറ്റത്തിനായി അയക്കുന്നു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യക്തമാക്കിയത്. ഗോലാൻ കുന്നുകൾ സുരക്ഷിതമാക്കണമെങ്കിൽ മൗണ്ട് ഹെർമോൺ തങ്ങളുടെ നിയന്ത്രണത്തിലുണ്ടാകണം. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഇസ്രായേലിന്റെ ചുവടുവയ്പ്. ഗോലാൻ കുന്നുകളിൽ എന്നേക്കുമായി തങ്ങളുടെ സ്വാധീനം ശക്തിപ്പെടുത്തുകയും ആ മേഖല കൈപ്പിടിയിൽ ഒതുക്കുകയുമാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം. തങ്ങൾ ചരിത്രം രചിക്കുന്നു എന്ന് നെതന്യാഹു പറഞ്ഞത് വെറുതെയല്ല. എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും സിറിയ ഇപ്പോഴൊരു അറബ് രാജ്യമാണ് എന്ന അറബ് രാഷ്ട്രങ്ങളുടെ പ്രസ്താവനയ്ക്കും ഇസ്രായേൽ മറുപടി നൽകി. ഇക്കഴിഞ്ഞ ദിവസം ദമാസ്കസിലെ തെരുവിലേക്ക് വലിയ തോതിൽ ജനക്കൂട്ടം ഒഴുകുന്നത് നമ്മൾ കണ്ടു. അവരുടെ കയ്യിലുള്ള പ്ലക്കാർഡുകളിൽ സിറിയയെ ഒരു മതരാജ്യമാക്കരുത്, ഒരു ജനാധിപത്യ ഭരണകൂടമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് എഴുതിയിരുന്നു. അതിനെതിരെ ജോലാനിയോ HTSO ഒരു വാക്കും പറഞ്ഞില്ല. പകരം ജോലാനി പറഞ്ഞു, സിറിയയെ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമാക്കി ഞങ്ങൾ മാറ്റും, അതൊരു മതരാഷ്ട്രമാകില്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സമൃദ്ധിയോടെ ജീവിക്കാനുള്ളതൊക്കെ സിറിയ ക്രമീകരിക്കും. ആ പ്രതീക്ഷയാണ് ലോകത്തിന്. അതിലപ്പുറം തങ്ങളുടെ സുരക്ഷ തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. രാജ്യരഹസ്യങ്ങൾ ഒറ്റുകൊടുത്തുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിച്ച് അസദ് മോസ്കോയിലെ ഒളിയിടത്തിലിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.